ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു പ്രൊട്രാക്ടർ മേക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡ് എടുക്കാം. ആ ഒരു കാർഡ്ബോർഡിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ ഹാഫ് ഒന്ന് ഡ്രോ ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ ഹാഫ് പീസ് എന്ന രീതിക്ക് ഷേപ്പ് കിട്ടും. അതാണ് നമ്മൾ പ്രൊട്രാക്ടറിൻ്റെ ഷേപ്പ്. ഇനി നമുക്ക് അതൊരു വൈറ്റ് പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ വൈറ്റ് പേപ്പർ ഒരു ചാർട്ടൊക്കെ എടുക്കുക. ഞാൻ ആദ്യം ചാർട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ്ബോർഡിൽ ഗമ്മൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പം നിങ്ങളുടെ പ്ലാന്റ് കാണുന്നത് എൻ്റെ ഒരു എഡിറ്റിംഗ് ചെറിയ പ്രോബ്ലം വന്നിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി പോർഷൻ കണ്ടു. അപ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രൊട്രാക്ടറൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഒരു പ്ലാൻ കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എഡിറ്റിംഗ് പ്രോബ്ലമാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഒന്ന് പറയണം കേട്ടോ. ഫൈനൽ ലുക്ക് അടിപൊളിയാണോ അല്ലേ എന്നൊക്കെ ഒന്ന് പറയണേ. സർക്കിളിൻ്റെ ഹാഫ് പീസിൽ ഗമ്മൊന്ന് അപ്ലൈ ചെയ്തെടുക്കാം. ഞാനത് യൂസ് ചെയ്യുന്നത് ഓർഡിനേറ്റീവ് വേണമെങ്കിൽ വൈറ്റ് പേപ്പർ ഒട്ടിക്കാൻ മടിയാതെ ഞാൻ വൈറ്റ് പെയിൻ്റാണ് ഒട്ടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊട്രാക്ടർ ഹാഫ് പോർഷൻ അളന്നെടുക്കണം കേട്ടോ. കാരണം ആ ഒരു ഹാഫ് പോർഷനിലാണ് നമ്മളിങ്ങനെ വരച്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഹാഫ് പോർഷൻ വരയ്ക്കണം. അപ്പം ഞാൻ ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടാതെ ഞാൻ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രൊട്രാക്ടർ എടുത്തിട്ട് അതിൻ്റെ രീതിയിലുള്ള ലൈൻസൊക്കെ ഒന്ന് ഡ്രോ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള പ്രൊട്രാക്ടർ വെച്ചിട്ടൊന്ന് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. ലൈൻസൊക്കെ ഒരു സർക്കിളൊക്കെ ഇങ്ങനെ ഡ്രോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഡ്രോ ചെയ്ത സർക്കിൾസിന് ആവശ്യമുള്ള ഭാഗമൊക്കെ സ്കെച്ച് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കിലൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വൈറ്റ് പേപ്പർ പൊതുന്ന ഭാഗത്താണ് ചെയ്യുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ എളുപ്പം തന്നെയാണ്. നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ മനോഹരമായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫൈൻ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ.